തിരുവോണം എത്തുന്നതിന് മുമ്പ്, മാവേലി തമ്പുരാനും എത്തുന്നതിന് മുമ്പുള്ള ഓണവിശേഷങ്ങളാണിന്ന്. ബാനുവിന് സ്കൂളിൽ ഓണാഘോഷവും എനിക്ക് ക്ലിനിക്കിൽ ഓണാഘോഷവും ഒരു ദിവസം തന്നെ ആയിരുന്നു. അതുകൊണ്ട് രാവിലെ ഒഫീഷ്യൽ ഡ്രസ്സൊക്കെ മാറ്റി ആലങ്കാരികമായി പറഞ്ഞാൽ പരമ്പരാഗത വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഞങ്ങൾ രാവിലെ പുറപ്പെടുകയാണ്. ക്ലിനിക്കൽ ആഘോഷത്തിന്റെ പ്രധാന സംഘാടക ഞാൻ തന്നെ ആയതുകൊണ്ട് അലങ്കാരപ്പണി മുതൽ സമ്മാനദാനം വരെയുള്ള സകലമാന ലിസ്റ്റും സാധനങ്ങളും തൂത്തുപെറുക്കിക്കൊണ്ടാണ് പോക്ക്. സത്യം പറയാലോ, മിസ്റ്റർ ബി കാർട്ടൂണുകളെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു എൻ്റെ യാത്ര. വളയിട്ട കൈകളിൽ സ്റ്റിയറിംഗും വിളങ്ങും എന്നൊരില്ലാത്ത പഴഞ്ചൊല്ലൊക്കെ സ്വയം ഉണ്ടാക്കി കൃതാർത്ഥയായിട്ട് ഞാനങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കുടുംബ യൂണിറ്റിലെ പ്രധാന ആൾക്കാരെല്ലാം ഈ വട്ടം ഓണത്തിന് ഒറ്റപ്പാലത്ത് പോകുന്നതുകൊണ്ട് 2 ദിവസം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓണത്തിനങ്ങനെ തുടക്കമിട്ടു. ഓണസദ്യയും തിരുവാതിരയും അത്തപ്പൂക്കളും ഓണക്കളികളും അങ്ങനെ കുടുംബ യൂണിറ്റ് ആകെ കളർഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഈ കുടുംബ യൂണിറ്റിനെ സന്ദർശിച്ച് സഹകരിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. പ്രതീക്ഷ പോലെ റോഡരികിൽ ഡാൻസ് കളിക്കുന്ന കരടിയും പുലിയൊക്കെ കണ്ടായിരുന്നു യാത്ര. ൊക്കെ എത്തി. ക്ലിനിക്കിലെ അംഗങ്ങൾ കുട്ടികളുമായി എത്തി. പക്ഷെ പ്രതിസന്ധി കാറ്റിന്റെ രൂപത്തിലായിരുന്നു വന്നത്. പൂക്കളം എന്താകും, കളികൾ എന്താകും എന്നൊക്കെയുള്ള ആശങ്കയിലായിരുന്നു കുട്ടികൾ. ആദ്യം ഇട്ട പൂക്കളൊക്കെ ചിന്നിത്തെറിപ്പിച്ചെങ്കിലും ഞങ്ങൾ പ്രതിരോധ മാർഗം അവലംബിച്ചു. കാറ്റിനെ പ്രതിരോധിച്ചു. അപ്പോൾ അടുത്തതായി മഴ പെയ്യുന്നു. ഓണക്കളികളൊക്കെ വെള്ളത്തിലാകുമോ എന്നുള്ളതായിരുന്നു അടുത്ത പേടി. ഏതായാലും ആദ്യത്തെ ഒരു ശുഭസൂചനയായി ഇതൊക്കെ കണ്ട് കുട്ടിസംഘത്തിനും സ്റ്റാഫുകൾക്കും പ്രോത്സാഹനമൊക്കെ നൽകി ഞാനും കൂടെ കൂടി. അങ്ങനെ പൂക്കള സംഘം ഒരിടത്ത് മുന്നേറുമ്പോൾ ഞങ്ങൾ അവിടെ തിരുവാതിര പ്രാക്ടീസ് ചെറുതായി തുടങ്ങി. ഉച്ചയൂണിന് ശേഷം കളികളൊക്കെ പ്ലാനും ചെയ്തു. അപ്പോഴേക്കും മഴയൊക്കെ മാറി സുന്ദരിയായി പ്രകൃതിയും നമ്മുടെ കൂടെ നിന്നു. അങ്ങനെ ഒരു കളർഫുൾ ഓണം ഇവിടെ തുടങ്ങിയാണ് കേട്ടോ. അതിനൊപ്പം അവധിയാണെന്ന് അറിയാതെ എത്തിയ കുറച്ച് പേഷ്യൻസും നമ്മുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി മാറി. പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ. ഇനി അല്പം ഒരുക്കമാണേ. ഓണമൊരുക്കലിലും തിരുവാതിരകളിലും ഒക്കെ അലങ്കോലമായ സാരി നേരെയാക്കി തരികയാണ് ചേച്ചി. അതിനിടയിൽ പഴയ ചില ഓർമ്മകളും പങ്കുവച്ചു. വീടുകളിലൊക്കെ പണ്ട് കല്യാണ തലേന്ന് വധുവിനെ ഒരുക്കിയത് ബ്യൂട്ടീഷ്യൻ അല്ലായിരുന്നെന്നും ബന്ധുക്കൾ തന്നെയായിരുന്നെന്നും ഒക്കെയുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു ചേച്ചി. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ എല്ലാവർക്കും സാരി ഉടുത്തും ബ്യൂട്ടീഷ്യൻ പണിയും ചേച്ചി തന്നെയായിരുന്നു അത്ര. അതിനിടയിൽ ക്ലിനിക്കിലേക്ക് തിത്തേട്ടനും ബാനു അമ്മയെത്തി. സ്കൂളിലെ ഓണാഘോഷത്തിന് ശേഷം ക്ഷീണിച്ചാണ് ബാനുക്കുട്ടിയുടെ വരവ്. ഇനി ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ഓണസദ്യ വീട്ടിലിരുന്നാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തേട്ടനും അമ്മയൊക്കെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പുറകെ ഞങ്ങളും. ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ വീട്ടിൽ വല്യമ്മച്ചിമാരും ബന്ധുക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ദൂശനിലയിൽ കറികളൊക്കെ നിരന്നു. തിരുവോണം എത്താത്തതുകൊണ്ട് അല്പം കൊഞ്ചുതീയലും സദ്യ ഇനത്തിൽ ഇടം പിടിച്ചു. മുതിർന്നവരും കുട്ടികളും ക്ലിനിക്കിലെ കുടുംബാംഗങ്ങളും എല്ലാം ഇരുന്നതിന് ശേഷം അവസാനത്തെ പന്തിയായിരുന്നു ഞങ്ങളുടേത്. കുട്ടിസംഘത്തിന് ഭക്ഷണം കൊടുത്ത് ക്ലിനിക്കിലേക്ക് യാത്രയാക്കി. ഇനി അവരുടെ സമയമാണ്. കളികളൊക്കെ സെറ്റാക്കാൻ അവരെ നേരത്തെ തന്നെ പറഞ്ഞയച്ചു. ഓണത്തിന് ഓരോ ചിട്ടയുണ്ട്. കറികൾ വിളമ്പുന്നതിനും കൂട്ടുന്നതിനും ഒക്കെ ഓരോ ചിട്ട. ഏറ്റവും ഒടുവിലത്തെ പന്തിയായിരുന്നു ഞങ്ങളുടേത്. ഉച്ചയൂണിന് ശേഷം കളികൾക്കായി ഞങ്ങൾ തിരികെ ക്ലിനിക്കിലെത്തി. ആദ്യം കസേര കളി, പിന്നെ ലെമൺ ആൻഡ് സ്പൂൺ, അങ്ങനെ ഓരോരോ കളികൾ ഇങ്ങനെ അരങ്ങേറി.
പെട്ടെന്നുണ്ടാക്കിയ തിരുവാതിരയും പെട്ടെന്നുള്ള കളികളും എല്ലാവരും പങ്കെടുക്കുക, സന്തോഷിക്കുക, ഇത് മാത്രമായിരുന്നു ലക്ഷ്യം. സമ്മാനദാനം കാണി തുറന്നേ തുറക്ക്. ശിവാനി. കളിയിൽ 1ാം സമ്മാനം ഉത്തര ഉണ്ണി. മിഠായി പറക്കൽ വിജയി ശിവശ്രീ. കാണാൻ സ്പൂൺ വിജയി അഞ്ജന. വെള്ളം നിറയ്ക്കൽ അഞ്ജന. പ്രോത്സാഹന സമ്മാനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു ഓണാഘോഷമായിരുന്നു. പക്ഷേ അത് ഗംഭീരമാക്കി ഇവരെല്ലാവരും കൂടി. സമരം ചെയ്ത് സമ്മാനം വാങ്ങിയിരിക്കുന്നു. ധീരവനിത. കൈയടിക്ക, എല്ലാരും കൈയടിക്ക. ഗസ്റ്റുകളൊക്കെ ഉണ്ട്. അടുത്ത ദിവസം ഒത്തുകൂടൽ നടന്നത് വീട്ടിലാണേ. ഓണസദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കരിമീനും മറ്റു വിഭവങ്ങളും ഒക്കെ സദ്യയുടെ ഇടയിൽ ഇടം പിടിച്ചു. ഉത്രാടത്തിന് ഒറ്റപ്പാലത്തെ ഗംഭീര പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അച്ഛനും അമ്മയാനേനും ഊണിന് ശേഷം ഒറ്റപ്പാലത്തേക്ക് യാത്ര തിരിക്കാനാണ് പരിപാടി. പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലാ. ഓണത്തിന് എല്ലാവരും ഒത്തൊരുമിച്ചില്ലാത്തത് കൊണ്ട് തന്നെ സദ്യവട്ടത്തിനുള്ള എല്ലാ ഐറ്റങ്ങളും ഒരുക്കി ഒരു മിനി ഓണം ഒരുക്കിയാണിന്ന്. ഓണക്കോടിയും ഓണത്തല്ലും എല്ലാം ഒരുമിച്ച് നടക്കുകയാണ് ഇവിടെ. സദ്യയോടൊപ്പം ഒരു പ്രധാന ഐറ്റം തന്നെയാണല്ലോ ഓണക്കോടി. ഓണക്കോടി അല്പം സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കാമെന്ന് വെച്ചു. തിരിച്ച് സർപ്രൈസ് ആയിട്ട് അമ്മാവനും എത്തി. എല്ലാ കാര്യത്തിലും പാർട്ട്നേഴ്സ് ഇൻ ക്രൈം ഇവരാണ് കേട്ടോ. ഇപ്പോൾ സദ്യയ്ക്ക് ശേഷം ലൗലോലിയുടെ പുളി തുടങ്ങുകയാണ്. ലൗലോലി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഡബിളോലി ആയിരിക്കും. ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ ലൗലോലി എന്ന് വിളിച്ചാണ് ശീലം. എന്തായാലും ഇനി അവർ ഒറ്റപ്പാലത്തേക്ക് എറണാകുളത്തേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, സമൃദ്ധമായ ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലാ.